രാഷ്ട്രീയ കേരളം ഉദ്വേഗപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. പൂർണ്ണാത്മവിശ്വാസത്തിലാണ് LDFും UDFും. സ്മൃതി, ജിമ്മി ജെയിംസ്, സുജയ പാർവതി, എഡിറ്റോറിയൽ ടീമും ഒപ്പം തന്നെ ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടർമാരും തത്സമയം അവസാന നിമിഷത്തിലെ കണക്കുകൾ കൂട്ടലും കിഴിക്കലും പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. സ്മൃതി, അതെ, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങളാണ്. അത്ര ഉദ്വേഗമില്ല എന്ന് M. സ്വരാജ് പറയുന്നു. ഇന്ന് ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് ശ്രദ്ധേയമായ പ്രതികരണം NDA സ്ഥാനാർത്ഥിയുടെ മോഹൻ ജോർജിന്റെ പ്രതികരണമാണ് വന്നത്. വിജയസാധ്യതയില്ലാത്തതുകൊണ്ട് BJPക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ മോഹൻ ജോർജിന്റെ വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്. അതാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടിയ പ്രതികരണമാണ്. അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ തവണ 8000-നടുത്ത് വോട്ട് പിടിച്ച BJP ആ സ്ഥാനാർത്ഥി പറയുകയാണ് എൻ്റെ വോട്ടുകൾ മറുപക്ഷത്ത് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ 1-2 വോട്ടല്ല, ഒരു 4000 വോട്ട് പോയെന്ന് വിചാരിക്കുക. വളരെ നിർണായകമാണ്. BJPയുടെ വോട്ട് 8500-ൽ ഒരു വോട്ട് കുറഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന പ്രതികരണത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടാകും. കോലി ബി നിലമ്പൂരിലുമോ എന്ന ചോദ്യത്തിന് ചർച്ചയ്ക്ക് ആഴം കൂടുകയും ചെയ്യും. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാചകം ശ്രദ്ധിക്കണം. എന്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്റെ ചില സുഹൃത്തുക്കൾ പറയുന്നത് പിണറായി വിജയൻ ഇനി ജയിക്കരുത് എന്ന ചിന്തയിൽ UDFന് വോട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് BJP എന്ന രൂപത്തിൽ അദ്ദേഹം അത് പറയുന്നു. നമുക്ക് ആ പ്രതികരണങ്ങളിലേക്കൊക്കെ വരാം. വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുമെന്ന വിശ്വാസത്തിലാണ് NDA ക്യാമ്പ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണം അതിന് നേരെ ഘടകവിരുദ്ധമാണ്. NDAയുടെ വോട്ട് ശതമാനം വർദ്ധിക്കുമോ, NDAയുടെ ക്യാമ്പിൽ നിന്ന് വോട്ടിൽ വിള്ളൽ വീണിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. NDAയുടെ വോട്ടുകളിൽ വിള്ളൽ വീണുവെന്ന് NDA കൺവീനറോ അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനോ പറഞ്ഞിട്ടില്ല. പക്ഷേ സ്ഥാനാർത്ഥി ഇക്കാര്യത്തിൽ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വോട്ടുകൾ പിടിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹം ഒരു കേരള കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിന്ന് അത് UDFനൊപ്പം നിന്നിട്ടുള്ള വോട്ടുകൾ കൂടിയാണ് എന്നത് നമ്മൾ ഓർക്കണം. അപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് UDF പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ്. അവരുടെ വോട്ടുകൾ കൃത്യമായി UDFൽ വോട്ട് ചെയ്തു എന്നതുമാകാം അദ്ദേഹം പറഞ്ഞത്. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ BJP വോട്ടുകൾ UDFന് ലഭിച്ചുവെന്നാണ് മോഹൻ ജോർജ് പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണമാണ്. ഹിന്ദു വോട്ടുകൾ പൂർണ്ണമായും സ്വരാജിന് പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം പ്രതികരണത്തിലേക്ക്. അവസാന റൗണ്ടിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് വിജയസാധ്യത ഇല്ലെന്ന് കണ്ട് വോട്ട് മറിച്ച് കുത്താനുള്ള ചില സാധ്യതകൾ ഞാൻ ഇന്നലെ എനിക്ക് കിട്ടിയ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വലതുപക്ഷത്തിന് വോട്ട് ചെയ്തവരുണ്ട് എന്നെനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു. കാരണം അവർക്ക് എന്തായാലും ഇടതുപക്ഷം വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിൽ ഷൗക്കത്തിന് വോട്ട് ചെയ്തവരുണ്ട്. അങ്ങനെ ഒരു ഇതാണ് വിജയസാധ്യത ഇല്ലെന്ന് കണ്ട് മറിച്ച് വോട്ട് കുത്തുക എന്നാണ് പ്രയോഗം. അപ്പോൾ മറിച്ച് വോട്ട് കുത്തുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം BJPയിലേക്ക് വരേണ്ടിയിരുന്ന വോട്ടുകൾ മറിച്ചു കുത്തുക എന്നുള്ളതാണ്. അതാണല്ലോ സ്വാഭാവികം. ആര്യാടൻ ഷൗക്കത്തിന് പോകേണ്ട വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന് പോകുന്നു. പക്ഷേ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് മറിച്ചിരിക്കുന്നു എന്ന് NDA സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് തലേ ദിവസം നമുക്ക് പ്രതികരണം നൽകുകയാണ്. വായിച്ചെടുക്കാൻ പറ്റും. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ തിരിച്ചു വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട് ഹിന്ദു വോട്ടുകൾ സ്വരാജിലേക്ക് ഒരുപക്ഷെ ക്രോഡീകരിക്കപ്പെട്ട് പോയിട്ടുണ്ടാകാം എന്നുള്ള അഭിപ്രായവും പറയുന്നുണ്ട്. എന്നാലും LDFന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാം എന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. മികച്ച വിജയം ഉറപ്പെന്ന് പറയുന്നു ആര്യാടൻ ഷൗക്കത്ത്, അല്ലേ? അതെ, നമുക്ക് ആ പ്രതികരണം KPCC അധ്യക്ഷൻ വളരെ വിശദമായി തന്നെ ഇന്ന് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആ പറഞ്ഞതിലെ പ്രസക്ത ഭാഗം ഒന്ന് കേൾക്കാം. നിലമ്പൂരും UDF ശക്തമായ ഭൂരിപക്ഷത്തിൽ കംഫർട്ടബിൾ മാർജിനിൽ ജയിക്കും. ആ കാര്യത്തിൽ സംശയമില്ല. സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ അതിശക്തമാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഉദ്വേഗമില്ല എന്നാണ് LDF സ്ഥാനാർത്ഥി M. സ്വരാജ് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം യാത്രയിലാണെന്ന് തോന്നുന്നു. ഇന്നത്തെ ആ പ്രതികരണം ഒന്ന് കാണാം. എണ്ണി കഴിഞ്ഞിട്ട് പറയാം, നാളെ പറയാം. നാളെ വോട്ടെണ്ണി കഴിഞ്ഞ ശേഷം പ്രതികരിക്കാം. അല്ല, ഇന്നലെ പറഞ്ഞല്ലോ ഒരു പുതിയ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായാലല്ലേ പ്രതികരിക്കാറുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാം പ്രതികരിച്ചു കഴിഞ്ഞതാണ്. ആ പറഞ്ഞ കാര്യങ്ങളെ പറയാനുള്ളൂ. ഒരു ഉദ്വേഗവുമില്ല. അതേസമയം PV അൻവർ എന്താണ് പറഞ്ഞതെന്ന് നോക്കേണ്ടതുണ്ട്. വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് അദ്ദേഹം അവസാനം പറഞ്ഞിരിക്കുന്നത്. പുതിയ അവസാന മണിക്കൂറൊന്നുമില്ല. നമുക്ക് തുടക്കം മുതൽ 8 മണിക്കൂറേ ഉള്ളൂ. ആ മണിക്കൂറിൽ തന്നെ ജനങ്ങളിലെ വിശ്വാസം, ആ വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ആ ഒരു പിന്തുണ വോട്ടായി മാറും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്.